നിങ്ങൾ യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് അവനിൽ വിശ്വസിച്ച് യേശുവിനായി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സമർപ്പിച്ച ഒരു ദൈവ പൈതലാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന അഡ്വക്കേറ്റായ ക്രിസ്തു, സുപ്രീം ജഡ്ജായ പിതാവിനോട് പറയും, ഇവൻ എന്നിൽ ആശ്രയിച്ചിരിക്കുന്നു, എന്റെ രക്തത്താൽ ഇവൻ കഴുകപ്പെട്ടിരിക്കുന്നു, ഇവൻ എന്നിലും എന്റെ നാമത്തിലും എന്റെ വചനത്തിലും വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കരുത്, ഇവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക, മറ്റൊന്നിനുമല്ല എന്റെ നീതിയെ പ്രദർശിപ്പിക്കുക. അങ്ങനാണെങ്കിൽ യേശുവിൽ വിശ്വസിച്ച, യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച, അവന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ കുറ്റബോധത്തിലല്ല ജീവിക്കേണ്ടത്, നീതിയുടെ ബോധത്തിൽ, നീതിബോധത്തിൽ അവൻ ജീവിക്കണം. ആ നീതി എന്റെ കർമ്മങ്ങളാലോ എന്റെ ക്രിയകളാലോ എന്റെ പ്രവൃത്തികളാലോ ഉളവാക്കപ്പെട്ടതല്ല. എന്റെ പ്രവൃത്തികളെല്ലാം അവന്റെ മുമ്പിൽ കറ പുരണ്ട തുണി പോലെ കിടക്കുകയാണ്. എന്റെ നീതിയല്ല, ക്രൂശിലെ നീതിയാൽ, ക്രിസ്തുവിന്റെ നീതിയാൽ, കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി യാഗമായ ക്രിസ്തുവിനാൽ, യേശുവിന്റെ നീതിയാൽ ഞാൻ നീതീകരിക്കപ്പെട്ടു. ക്രിസ്തുവേശുവിനാൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. യേശുവിനാൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടു.